നമസ്കാരം. ടൂറിസ്റ്റുകളെ സ്വാഗതം ചെയ്യുന്ന തുർക്കി എന്ന നാട് മലയാളികളുടെയും പ്രിയപ്പെട്ട ഹോളിഡേ ഡെസ്റ്റിനേഷനാണ്. ഈ നാട്ടിലേക്ക് അവധിക്കാല യാത്രയ്ക്ക് പോയ ബ്രിട്ടനിലെ പ്ലീമൌത്തിലെ ബേത്ത് മാർട്ടിൻ എന്ന യുവതിക്കുണ്ടായ ദാരുണാന്ത്യം ബ്രിട്ടനിൽ മാത്രമല്ല ലോകമെങ്ങും വാർത്തയാവുകയാണിപ്പോൾ. കാര്യമായ അസുഖമൊന്നുമില്ലാതെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ബേത്ത് മാർട്ടിൻ ആകസ്മികമായി മരണമടഞ്ഞതോടെ യുകെയിൽ നിന്നും തുർക്കിയിൽ എത്തും മുൻപേ കഴിച്ച ഭക്ഷണത്തിലെ വിഷാംശമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് തുർക്കിഷ് അധികൃതർ നിലപാടെടുത്തത്. ഇതിനെ തുടർന്ന് ബേത്തിന്റെ ഭർത്താവ് ലുക്ക് മാർട്ടിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള നീക്കവും നടന്നു. പ്രിയ ഭാര്യയുടെ മരണത്തിൽ 5-7 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കാനാകാതെ തകർന്നു പോയ മാർട്ടിന് ആ സാഹചര്യം തരണം ചെയ്യുന്നത് എങ്ങനെയെന്ന് പോലും അറിയാതെ നിൽക്കുമ്പോഴാണ് തുർക്കിഷ് അധികാരികളിൽ നിന്നും ഭയപ്പെടുത്തും വിധമുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഘട്ടത്തിൽ എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് സുഹൃത്ത് സഹായിക്കാൻ കൂടെ എത്തുന്നത്. പ്രാദേശികമായി മാർട്ടിനെ സഹായിക്കാൻ തുടങ്ങിയ ക്രൗഡ് ഫണ്ടിങ്ങിൽ പ്രാദേശികമായി സഹായം എത്തുമെന്ന് കരുതിയിരിക്കവെയാണ് രാജ്യത്തിനകത്തും നിന്നും പുറത്തു നിന്നും ഒക്കെയായി 3 കോടി രൂപ എന്ന കൂറ്റൻ സംഖ്യ ഒഴുകിയെത്തിയത്. ഇതോടെ ഫണ്ട് പിരിവ് നിർത്തുകയാണ് എന്ന് അറിയിച്ചിട്ടും ആളുകൾ മാർട്ടിനെ സഹായിക്കാൻ മുന്നോട്ട് വരികയാണ്. പക്ഷേ ഇതിനിടയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ബേത്തിന്റെ മൃതദേഹത്തിൽ നിന്നും ഹൃദയം നഷ്ടമായി എന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നത്. സുഖമില്ലാതെ ആശുപത്രിയിൽ എത്തിച്ച ബേത്തിന് ആശുപത്രിയിൽ ശസ്ത്രക്രിയകളൊന്നും നടക്കാത്ത സാഹചര്യത്തിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ പോവുകയാണ്. മരണത്തിന് ശേഷം അവയവദാനം നടന്നതാണെങ്കിൽ പോലും അതിന് കുടുംബത്തിന്റെ അനുമതി വാങ്ങിയിട്ടില്ല എന്നിരിക്കെ തുർക്കി എന്ന രാജ്യത്തെത്തുന്ന ഒരാൾക്ക് ഒരു സുരക്ഷയും ആ രാജ്യം വാഗ്ദാനം ചെയ്യുന്നില്ല എന്ന ഭയമാണ് ഇപ്പോൾ ബേത്തിന്റെ അനുഭവം വെളിപ്പെടുത്തുന്നത്. ആദ്യഘട്ടത്തിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 2ാം ഘട്ടമായി നടന്ന ഫോറൻസിക് പോസ്റ്റ്മോർട്ടവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിലൂടെ ഏത് ഘട്ടത്തിലാണ് ഹൃദയം നീക്കം ചെയ്തത് എന്ന വിവരമാണ് ഇനി പുറത്തു വരാനുള്ളത്. അതിനൊപ്പം സുഖമില്ലാതെയായ സാഹചര്യത്തിൽ അടിയന്തരമായി ബേത്ത് യുകെയിലേക്ക് മടങ്ങി വന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്ന് ഉറപ്പായും വിശ്വസിക്കുകയാണ് കുടുംബം. ഓരോ വർഷവും 10,000-കണക്കിന് ബ്രിട്ടീഷുകാർ എത്തുന്ന നാട് എന്ന നിലയിൽ ഇപ്പോൾ ബേത്തിനുണ്ടായ ദുർവിധി നാളെ ആർക്കും സംഭവിക്കാമല്ലോ എന്ന ചിന്തയാണ് ഈ യുവതിയുടെ കുടുംബവും കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നവരും പങ്കിടുന്നത്. ബേത്തിന്റെ മരണവും മൃതദേഹത്തിൽ നിന്നും ഹൃദയം നഷ്ടമായ വിവരവുമൊക്കെ ഇപ്പോൾ ബ്രിട്ടീഷ് മാധ്യമങ്ങളുടെ പ്രധാന തലക്കെട്ടുകളായി നിറയുകയാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 27-ന് തുർക്കിയിലേക്ക് പറന്ന 28-കാരിയായ ബേത്ത് പൊടുന്നനെ ശാരീരിക അസ്വസ്ഥത നേരിട്ടതിനെ തുടർന്ന് മർമാര യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെടുകയായിരുന്നു. എന്നാൽ 2 ദിവസത്തിനു ശേഷം ബേത്ത് മരണമടഞ്ഞു എന്ന വാർത്തയാണ് പ്രിയപ്പെട്ടവരെ തേടിയെത്തിയത്. ഭാര്യയുടെ ശരീരത്തിൽ വിഷാംശം കണ്ടെത്തി എന്ന പോലീസ് അധികൃതരുടെ ഭാഷ്യം എങ്ങനെ വിശ്വസിക്കുമെന്ന് ഇപ്പോഴും ലുക്കിനറിയില്ല. തുർക്കിയിൽ എത്തും മുൻപേ ശരീരത്തിൽ വിഷം കലർന്നിരുന്നു എന്നാണ് തുർക്കിഷ് അധികൃതരുടെ നിലപാട്. മരണശേഷം പോലും ഭാര്യയുടെ മൃതദേഹത്തോട് അനാദരവ് കാട്ടുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ഉണ്ടായതെന്നും ലുക്ക് പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ലുക്കിന്റെ സുഹൃത്തായ റോബർട്ട് ഫാമോഡ് ക്രൗഡ് ഫണ്ടിംഗ് തുടങ്ങി കുടുംബത്തെ സഹായിക്കാൻ തയ്യാറായത്. ഒരിക്കൽ പോലും അറിയില്ലാത്ത മനുഷ്യരിൽ നിന്നും സ്നേഹത്തിന്റെ ഉറവകൾ പൊട്ടി പുറപ്പെട്ടതോടെ ആരും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള വിധം വലിയ സംഖ്യ ഒഴുകിയെത്തുകയായിരുന്നു. ഇപ്പോൾ ബേത്തിന്റെ കാര്യത്തിൽ എന്ത് നടന്നു എന്നറിയാനായി ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം തുർക്കിഷ് അധികൃതരുമായി ബന്ധപ്പെടുകയാണ്. അതേസമയം മൃതദേഹത്തിൽ നിന്നും കുടുംബത്തിന്റെ അനുവാദം കൂടാതെ ആന്തരിക അവയവം പരിശോധനകൾക്കായി എടുക്കാൻ തുർക്കിഷ് നിയമം അനുവദിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇങ്ങനെ എടുക്കുന്ന അവയവം മൃതദേഹം തിരിച്ചയക്കും മുൻപേ സാധാരണ തിരികെ വെക്കാറുണ്ട് എങ്കിലും ബേത്തിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചില്ല എന്നതിനും തുർക്കി സമാധാനം പറയേണ്ട ചോദ്യമായി അവശേഷിക്കുകയാണ്. ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ അവയവങ്ങൾ സൂക്ഷിക്കുന്ന പതിവ് ടർക്കിയിൽ ഉണ്ടെന്നും അതിന് കുടുംബത്തിന്റെ അനുമതി ആവശ്യമില്ലെന്നുമാണ് തുർക്കിഷ് അധികൃതരെ ഉദ്ധരിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ.